പൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മൗലാനാ മുഹമ്മദിൻ ഖാതമിൽ അംബിയാഇ വമുഅല്ലിമിൽ ബശരിയ്യത്തി മിൻ ലദുൻ ഹകീം വഅലാ ആലിഹി ത്വയ്യിബീന ത്വാഹിരീൻ വഅസ്ഹാബിഹി അജ്മഈൻ. വേദിയിൽ ഉപവിഷ്ടരായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സമീർ ഫൈദി അവറുകളെ, ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈദി അവറുകളെ, മറ്റു മഹത്തുക്കളെ, സദസ്സിലെ സഹൃദയരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് സമയം വളരെ പരിമിതപ്പെടുത്തുകയും ചെയ്തിരിക്കണം. അതേതായാലും നന്നായി. കാരണം നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ 20 മിനിറ്റിൽ തീരുമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള വിഷയം ഏതാണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ പരാമർശിച്ച് കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഹൽവത്തിൽ നിന്നാണ് നെഹ്ലത്ത് ഉണ്ടാവുക. ഹൽവത്തിൽ നിന്നാണ് നെഹ്ലത്ത് ഉണ്ടാവുക. ഹൽവത്ത് എന്ന് പറഞ്ഞാൽ ഏകാന്തത എന്നല്ലേ. നെഹ്ലത്ത് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ്, അല്ലെങ്കിൽ ഉണർവ് എന്നാണ്. അപ്പോൾ ഈ പ്രദേശത്തിൽ ആദരണീയനായ ബഹുമാനപ്പെട്ട ഫരീദ് ഔലി അവറുകൾ വന്നിട്ട് ഹൽവത്തിലിരുന്നു. ആ ഹൽവത്ത് നെഹ്ലത്തിൽ എത്തിച്ചേർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാമ ഇഖ്ബാൽ ഒരു കവിതയിൽ പറയുന്നുണ്ട്: മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് ഗുസീദ് മുദ്ദത്തി ജുസ് ഖൈശതൻ കശ്റാ നദീദ് നഖ്ശമാറാ ദർദിലെ ഊരീഖ് തന്ത് മുദ്ദത്തി ഖൽവത്ത് അംഗീഖ് തന്ത്. അപ്പോൾ മുസ്തഫ അന്തർ ഹിറാ ഖൽവത്ത് ഗുസീദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഹിറാ മലയിൽ പോയിട്ട്, ഹിറാ ഗുഹയിൽ പോയിട്ട് ഖൽവത്ത് ഗുസീദ് ഏകാന്തത തിരഞ്ഞെടുത്തു. മുദ്ദത്തി ജുസ് ഖൈശതൻ കശ്റാ നദീദ്, ഒരു കാലയളവ് മറ്റാരെയും കണ്ടില്ല. നക്ഷമാറാ ദർദിലെ യഹ്തന്ത്, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള രൂപകൽപ്പന ആ ഹൽവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് മില്ലത്ത്, നമ്മുടെ ഈ മില്ലത്ത് ആ ഹൽവത്തിൽ നിന്നുണ്ടായതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഹൽവത്തിലിരുന്നതിൽ നിന്നാണല്ലോ ഈ മില്ലത്തും ഉമ്മത്തും ഉണ്ടാവുന്നത്. അതേപോലെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഫരീദ് ഔലിയ അവറുകൾ അദ്ദേഹത്തിൻ്റെ ഹൽവത്ത്, ഈ പർവ്വതം മല എന്നൊക്കെ പറഞ്ഞത് ആധ്യാത്മികതയുമായി വലിയ അടുപ്പുള്ളതാണ്. അദ്ദേഹം ഇവിടെ ഓടമല, അവിടെ സൂചിപ്പിച്ചല്ലേ അതിൻ്റെ പേരിൻ്റെ അടിസ്ഥാനമൊക്കെ. ഓടമലയിലാണ് വന്നിരിക്കുന്നത്, മലയിലാണ് വന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഹിറാ മല, സൗർ മല, നൂറ് മല, കുറേ മലകളുണ്ടല്ലോ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മാത്രമല്ല, മുമ്പത്തെ പ്രവാചകന്മാരുടെയും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പർവ്വത പ്രസംഗം എന്ന പേരിൽ പ്രസിദ്ധമായ പ്രസംഗം തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പറയേണ്ടതില്ലല്ലോ, പർവ്വതം തന്നെയാണ്. കാരണം പിന്നെ സീനാമല അങ്ങനെ. അതുകൊണ്ട് ഈ പർവ്വതവും ആധ്യാത്മികതയും തമ്മിൽ വലിയൊരു അടുപ്പമുണ്ട്. ഈ നിങ്ങൾ ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഡൽഹിയിൽ പോകുമ്പോൾ ജമാ മസ്ജിദിൻ്റെ വലതുഭാഗത്ത് ഒരു മഖ്ബറ കാണാം. അത് പിന്നെ ബാബ സർമദിയുടെ മഖ്ബറ. ഈ ബാബ സർമദി ഇറാനിലേക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്ന, കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ പിന്നെ നമ്മളെ കാശ്മീറൊക്കെ ഉൾപ്പെടെയുള്ള ആ മലമ്പ്രദേശത്ത് അദ്ദേഹം പോയിരിക്കണ്ടായി. അങ്ങനെ അദ്ദേഹം ഹിമാലയത്തിൽ പോയിരിക്കണ്ടായി. ആ ഹിമാലയത്തിൽ പോയിരുന്നിട്ട് അദ്ദേഹത്തിന് ഇരുന്ന് അദ്ദേഹത്തിന് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത ഇങ്ങനെ വർദ്ധിച്ചു വന്നു. കാരണം അത് നല്ല സൗന്ദര്യമുള്ളതാണല്ലോ, നല്ല സുന്ദരമാണല്ലോ ഹിമാലയം വളരെ സുന്ദരമാണ്. അത് കാശ്മീരിലേക്കൊക്കെ നീണ്ടു പോകുന്നുണ്ട്. കാശ്മീർ പറഞ്ഞാൽ ഏറ്റവും സുന്ദരല്ലേ. മുഗൾ ചക്രവർത്തി കാശ്മീരിൽ പോയ സമയത്ത് പറഞ്ഞതല്ലേ, അഗർ ബഹഷ്ത് ദർ ജമീനസ്ത് ഹമീനസ്ത് ഇഫ് പാരഡൈസ് ഓൺ എർത്ത് ഇറ്റ് ഈസ് ദീസ് എന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. അത്ര സുന്ദരമാണ് കാശ്മീരൊക്കെ. അപ്പോൾ ആ കാശ്മീർ പ്രദേശത്തൊക്കെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ പാട്ടിലെപ്പോൾ എപ്പോഴും കുട്ടികൾ പാടിക്കൊണ്ടിരിക്കണില്ലേ,
പിന്നെ ഹുദായ ലൗട്ടാതെ മെരാ കശ്മീർ എന്നൊക്കെ പാടുന്നില്ലേ, എൻ്റെ കാശ്മീരിനെ തിരിച്ചു തരുമെന്ന് അതിൻ്റെ അർത്ഥം. കാരണം നേരത്തെ ഉണ്ടായിരുന്ന കാശ്മീരെല്ലാം ഇപ്പൊക്കെ ആകെ ഇരപ്പയിക്കണേ, എല്ലാ സൗന്ദര്യം പോയിരിക്കണേ. അവിടെ രക്തത്തിൻ്റെ മണം പലയിടത്തും എപ്പോഴും വെടിയും പടയൊക്കെയായിട്ട് അങ്ങനെയാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും കാശ്മീർ വളരെ സുന്ദരമാണ്. പിന്നെ അവിടെ ആ കാശ്മീരിലെ പർവ്വതത്തിൽ അതുപോലെ തന്നെ ഹിമാലയത്തിലൊക്കെ പോയിരുന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു ഇൻസ്പിറേഷൻ, കാരണം അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ സൗന്ദര്യ ബോധത്തെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ഒരു വലിയ മജ്ദൂബായ സൂഫിവര്യനായി എന്ന ചരിത്രം. ആ മജ്ദൂബായ സൂഫിവര്യനാണ് അവിടെ ബാബാ സുർമദി എന്ന പേരിൽ ആ മഖ്ബറയിൽ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് വെച്ചാൽ വളരെ നീണ്ടതാണ്, അവിടേക്കൊന്നും പോകാൻ സമയമില്ല. അദ്ദേഹം പിന്നെ കാരണം നമ്മൾ ഇവിടുത്തെ ഫരീദ് ഔലിയെ സംബന്ധിച്ചാണല്ലോ, ഇതിനപ്പുറത്തൊരു ബാബാ ഫരീദ് ഔലി വേറുണ്ട്. പിന്നെ ഡൽഹിയിൽ നിസാമുദ്ദീൻ എന്നുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ നിസാമുദ്ദീൻ എന്ന സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള നിസാമുദ്ദീൻ ഔലിയ, നിസാമുദ്ദീൻ ഔലിയയുടെ ഗുരുവായിട്ടുള്ള പിന്നെ ബാബ ഫരീദ് ഷക്കർഗഞ്ച്, ഖാജ മുഈനുദ്ദീൻ ചിശ്തി എന്നിവരുടെ മുരീദായി അദ്ദേഹത്തിൻ്റെ ഖലീഫയായി വന്ന ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി. ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കിയുടെ ചരിത്രം പറയുമ്പോൾ തന്നെ ഒരുപാട് എനിക്ക് പറയാനുണ്ടാവും. കാരണം ഞാനൊരിക്കൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എനിക്ക് ഒരു പുസ്തകം അരീക്കോടായിരുന്ന സമയത്ത് ഒരു പുസ്തകം തയ്യാറാക്കാൻ തീരുമാനിച്ചു. ആ പുസ്തകം കേരളത്തിലെ അമുസ്ലിം കവികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി എഴുതിയ കവിതകളാണ്. അത് ക്രോഡീകരിച്ച് തിരുനബി മഹാത്മ്യം എന്ന പേരിൽ അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ കണ്ണിന് സുഖമില്ലായിരുന്നു. തീയതി നിശ്ചയിക്കുകയും ചെയ്തിരിക്കണം, റബീഉൽ അവ്വൽ മാസം 12-ന് പ്രസിദ്ധീകരിക്കണം. അത് കോഴിക്കോട് ടൗൺ ഹാളൊക്കെ ബുക്ക് ചെയ്തിരിക്കണം. അതിൽ വരാൻ ആൾക്കാരൊക്കെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും, എല്ലാ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടിയിലേക്ക് പുസ്തകം തയ്യാറാക്കണം. അതിനിടയിൽ കണ്ണിന് സുഖമില്ലാതെ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, കണ്ണുകൊണ്ടാണല്ലോ ഇപ്പോൾ പണി ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളെ കണ്ണിൻ്റെ സൈറ്റ് പോകുമെന്ന് പറഞ്ഞു, കാഴ്ച പോകുന്നേ. അങ്ങനെ അയാൾ മരുന്നൊക്കെ തന്ന് ഓടുന്ന കാര്യം ഉണ്ടായില്ല. പിന്നെ കുറേ യാത്രയാണ്, ദീർഘമായിട്ട് പറയുന്നില്ല. പിന്നെ കോഴിക്കോട് കണ്ണ് മെഡിക്കൽ കോളേജിലെ വിഭാഗത്തിൻ്റെ ഹെഡായിട്ടുള്ളൊരു വെങ്കടജല അയാളെടുത്ത് പോയി. പിന്നെ ഇവിടെ കോട്ടക്കൽ പോയി കണ്ട് പഞ്ചകർമ്മങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് ഫലം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡൽഹിയിൽ ഒരു പേർഷ്യൻ സെമിനാറിന് പോയി. ആ പേർഷ്യൻ സെമിനാർ നടക്കുന്നത് ഹംദർദി യൂണിവേഴ്സിറ്റിയിലാണ്. സെമിനാറിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണിന് വേദന വന്നു. ഞാൻ ഉടനെ അതിൻ്റെ അടുത്താണ് ബഖ്തിയാർ ഖാക്കിയുടെ ദർഗ ഉള്ളത്. ബഖ്തിയാർ ഖാക്കിയുടെ ദർഗയിൽ പോയി. ആ ദർഗയിൽ ഇങ്ങനെ കണ്ണ് വെച്ച് അതിൻ്റെ ഭിത്തിന്മേൽ കണ്ണ് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. വേദന മാറിയതിന് ശേഷമേ ഇത് പ്രാർത്ഥന നിർത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ച് കണ്ണിൻ്റെ വേദന മാറി. പിന്നെ ഇന്ന് വരെ ഇവനുണ്ടായില്ല. അപ്പോൾ ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കിയെ പറ്റി അനുസ്മരിക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അദ്ദേഹം വഫാത്താകുന്നത് ഈ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഖവാലി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഖവാലിയിൽ പറയുന്നത് പിന്നെ പുസ്തകാനെ ഹഞ്ചറെ തസ്ലീമറ ഹർ സമാന ജാനെ ഗൈബി ദീഗരസ് എന്നൊരു കവിത, ഒരു പദ്യം ഇതിൽ കേട്ടു. അദ്ദേഹത്തിന് ഒരു ഖവാലിയിൽ കേട്ടു. ഇത് കേട്ടതോടുകൂടി അദ്ദേഹത്തെ ഇതിനെ ആകർഷിച്ചു. കാരണം വളരെ നല്ല തസൂഫായിട്ട് ബന്ധപ്പെട്ട വലിയ അർത്ഥമാണ്. പുസ്തകാനെ ഹഞ്ചറെ തസ്ലീമറ, അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൻ്റെ ഘടകമേറ്റ് മരിക്കുന്നവർ, അള്ളാഹുവിനോടുള്ള പിന്നെ അടുപ്പത്തിൻ്റെ ഒക്കെ ഘടകമേറ്റ് മരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ച് അതിൻ്റെ സ്ഥാനത്ത് കൂടി അള്ളാഹു തആല ഇങ്ങനെ നിറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സൂഫികളാവില്ലേ. ഒരു സൂഫിവര്യനോട് ചോദിച്ചു, എപ്പോഴാണ് അള്ളാഹുവിനെ കാണുകയെന്ന് ചോദിച്ചു. നിങ്ങളെ കാണാതാവുമ്പോൾ, നമ്മളെ കാണാതാവുമ്പോഴാണ് അള്ളാഹിനെ കാണുക. അപ്പോൾ അത് പിന്നെ മൻ തലബനി വജദിനി ഒമൻ വജദിനി അറഫനി ഒമൻ അറഫനി അഷിഖനി ഒമൻ അഷിഖനി അഷിഖ്തുഹു ഒമൻ അഷിഖ്തുഹു ഖതൽതുഹു ഒമൻ ഖതൽതുഹു ഫാദൈതുഹു. മൻ തലബനി വജദിനി, എന്നെ അന്വേഷിച്ചവൻ എന്നെ കണ്ടെത്തും. ഒമൻ വജദിനി അറഫനി, എന്നെ കണ്ടെത്തിയവൻ എന്നെ അറിയും. ഒമൻ അറഫനി അഷിഖനി, എന്നെ അറിഞ്ഞവൻ എന്നിൽ അനുരക്തനാവും. ഒമൻ അഷിഖനി അഷിഖ്തുഹു, എന്നിൽ അനുരക്തനായവരിൽ ഞാനും അനുരക്തനാവും. ഒമൻ അഷിഖ്തുഹു ഖതൽതുഹു, ഞാൻ ആരിൽ അനുരക്തനാകുന്നുവോ അവനെ ഞാൻ വധിക്കും, അവന് പിന്നെ ഉണ്ടാവില്ല. ഒമൻ
ഖതൽതുഹു ഫാദൈതുഹു, ആരെയാണോ ഞാൻ വധിച്ചത് അയാൾക്കാണ് ഞാൻ മോക്ഷം നൽകിയതെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് ഇല്ലാതാക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫരീദ് ഔലിയായുടെ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അദ്ദേഹത്തെ അള്ളാഹുവിൽ അർപ്പിച്ച് തന്നെ സംബന്ധിച്ച് അല്ലേ, തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റുള്ള അതൊന്നുമില്ലാതെ സുഹൃദിലേർപ്പെട്ടുകൊണ്ട് അല്ലേ, അതുകൊണ്ടാണല്ലോ ആളുകളൊക്കെ അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടതിന് ഒരു പ്രധാന കാരണം തന്നെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചത്, പിന്നെ എനിക്ക് നിങ്ങളൊരു സംഗതി പഠിപ്പിച്ചായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ജനങ്ങളും ഇഷ്ടപ്പെടും അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ഇസ്ഹദ് ഫി ദുനിയ, നീ ദുനിയാവിൽ വിരക്തനാവുക, യുഹിബ്ബുകന്നാസ്, ജനങ്ങളും യുഹിബ്ബുക്കല്ലാഹു, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസി, ജനങ്ങളുടെ പക്കലുള്ളതിൻ്റെ നേരെ നീ വിരക്തനാവുക, എങ്കിൽ യുഹിബ്ബുകന്നാസ്, ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ ഫരീദ് ഔലിയുടെ ജീവിതത്തിൽ അദ്ദേഹം ജനങ്ങളടുത്ത് പോയി അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിയെന്നല്ലാതെ ആളുകളുടെ അടുക്കലുള്ളിൽ വലിയ കണ്ണൊന്നുമില്ല. അദ്ദേഹം ഏകാന്തനായി അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർത്ത് അദ്ദേഹം അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് അനുരക്തനായി. അങ്ങനെ അദ്ദേഹത്തിന് ആ അവസ്ഥയിൽ അദ്ദേഹം ജീവിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ വിലായത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇവിടെ ചരിത്രം പറയണ്ടായി, മഞ്ഞക്കുളത്ത് അദ്ദേഹം അവിടെ പിന്നെ ഹുസൈൻ എന്നവരുടെ അടുക്കലുണ്ടായിരുന്നതൊക്കെ. ഏതായാലും ഔലിയാക്കന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർ ഏകാന്തത തിരഞ്ഞെടുക്കുകയാണ്. പലപ്പോഴും ഏകാന്തത തിരഞ്ഞെടുത്തിട്ട് ആ ഏകാന്തതയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മറ്റുള്ളതൊന്നുമില്ല, ജനങ്ങളുടെ നേരെയൊക്കെ വിരക്തനായിട്ട് അവസാനം അള്ളാഹുവിൽ മാത്രം വിലയം പ്രാപിച്ച് അള്ളാഹു എന്നുള്ളത് അതാണ് തസവ്വുഫിൻ്റെ യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനം തന്നെ. അസ്സൈറു മിനദ്ദാത്തി ഇലല്ലാഹി വസ്സൈറു മഅല്ലാഹി ഫില്ലാഹി വസ്സൈറു മിനല്ലാഹി ഇലന്നാസി വസ്സൈറു മഅല്ലാഹി ഫിന്നാസിന. തരീഫായിട്ട് തന്നെ അതിനെ സംബന്ധിച്ച് തസവ്വുഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതാണ് സൈർ മിനദ്ദാത്തി ഇലല്ലാഹ്, നമ്മൾ നമ്മുടെ ദാത്തിൽ നിന്ന് ദാത്തിനെ വെടിഞ്ഞ് അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുക, നമ്മളിൽ നിന്ന് നമ്മളെ വെടിഞ്ഞ് നമ്മൾ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുക. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹുവിലൂടെ സഞ്ചരിക്കുക. പിന്നെ അള്ളാഹുവിൽ നിന്ന് ജനങ്ങളിലേക്ക് സഞ്ചരിക്കുക, ജനങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ കൂടെ ജനങ്ങളിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ ആ സെയ്റുണ്ടല്ലോ, ആ സെയ്റ് സഞ്ചാരം, ആ സഞ്ചാരമാണ് അദ്ദേഹം എവിടുന്ന് വന്നു എവിടെ എന്നുള്ള സംഗതി ഒന്നും ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. അപ്പം എവിടുന്നാണ് വന്നു എന്നുള്ള ചരിത്രമൊന്നും അറിയില്ല. ഇപ്പം അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ മുമ്പ് കാലത്തൊക്കെ പലപ്പോഴും ഈ പിന്നെ സൂഫി വര്യന്മാർ അതല്ലെങ്കിൽ സയ്യിദുമാർ ഒക്കെ ഒരു പ്രദേശത്ത് വരുമ്പോൾ ആൾക്കാർ അവരുടെ ചുറ്റും ഇങ്ങനെ കൂടും, അവരെ പരിസരങ്ങളിൽ കൂടിയിട്ട് അവർ ഹിദ്മത്ത് ചെയ്തിട്ടും അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ ജീവിക്കും. അതിൻ്റെ ഇടയിൽ നാടും വീടും ഒന്നും ചോദിക്കൂല. കാരണം ആദരവ് കൊണ്ട് ബഹുമാനം കൊണ്ട് എവിടെയുള്ള നാട് എന്താ നിങ്ങളെ പേരെന്ന് പോലും ചിലപ്പോൾ ചോദിക്കൂല. കാരണം ബഹുമാനത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് ചോദിക്കാത്തത്. ചോദിക്കുന്നതിൻ്റെ അർത്ഥം നമ്മളും അവരും തമ്മിൽ ഒരു അപരിചിതത്വം ഉണ്ട് എന്നാണല്ലോ. ആ അപരിചിതത്വം പോലും സഹിക്കാത്ത രീതിയിലാണല്ലോ ആദരവുണ്ടാകുക. അതുകൊണ്ടാണ് പലപ്പോഴും നാടും വീടൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത്. ഞാൻ ഒരിക്കൽ മുള്ളൂർക്കര എന്നുള്ള സ്ഥലത്ത് ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങളെ കൂടെ ഒന്ന് പോരെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ പോരുന്നത് ചോദിച്ചു. നിങ്ങൾ പോരി, ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ മുള്ളൂർക്കര എന്ന് കുറച്ചുണ്ട് ഉൾപ്രദേശത്ത് 2-3 കിലോമീറ്റർ ഉൾപ്രദേശത്ത് ഒരു മക്ബറുണ്ട്. ആ മക്ബറും ഒരു ലിഖിതമുണ്ട്. ആ ലിഖിതം ആർക്കും വായിക്കാൻ പറ്റിയിട്ടില്ല. അത് വായിപ്പിക്കാനാണ് എന്നെ കൊണ്ടുപോയിരിക്കുന്നത്. കാരണം അത് വലിയ ആലിമീങ്ങളൊക്കെ വലിയ ആലിമീങ്ങളെ അസരി തങ്ങൾ പലരും നമ്മളെ വലിയ ആളുകളൊക്കെ തന്നെ കൊണ്ടുപോയി വായിച്ചിട്ടും ആരും വായിക്കാൻ പറ്റില്ല. കാരണം പേർഷ്യൻ ഭാഷയിലുള്ളതാണ്. അതറിയണമല്ലോ, എന്നാലും പൊതു വായിക്കാൻ പറ്റുള്ളൂ. ഇൽമും ഒരുപാട് ഇൽമും അറിവൊക്കെ ഉണ്ടായ പേർഷ്യൻ അറിയണമല്ലോ, അപ്പോഴല്ലേ അറിയുള്ളൂ. അപ്പോൾ ഏതായാലും അതും എഴുതിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉമ്മാനെ വിളിച്ചുകൊണ്ട് പറയാം, ബഹുദ ഹറക്കത്ത് ഖർദം ബഖായ ഹറക്കത്ത് കരുതാം ബഹുദാമീറവം എന്നെഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ അള്ളാഹുവിലേക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞാൽ ഹജ്ജിന് പുറപ്പെട്ട് പോകുന്നതാണ്. അങ്ങനെ ഹജ്ജിന് പുറപ്പെട്ട് പോകുന്ന അവിടെ എത്തിയിട്ട് അദ്ദേഹത്തിന് സുഖമില്ലാതായിട്ട് അദ്ദേഹം വഫാത്തായതാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു മഖ്ബറുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ പേരൊന്നുമില്ല, അഡ്രസ്സൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പലപ്പോഴും അത്ര വലിയ മഹത്തുക്കളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഫരീദ് ഔലിയ എന്നവരുടെ നാട് എവിടെയായിരുന്നു, വീട് എവിടെയായിരുന്നു തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാം.
അറിയാതിരിക്കുന്നത്. പക്ഷെ അത് അറിയേണ്ട ആവശ്യമില്ല, അറിയേണ്ട ആവശ്യമില്ല. കാരണം അയാൾ എവിടുന്നേലും വന്ന ആളായിക്കോട്ടെ, നമ്മളിവിടെ എത്തിയിരിക്കണമല്ലോ, എത്തേണ്ടടുത്ത് എത്തിയിരിക്കണമല്ലോ. പുറപ്പെട്ടത് എവിടുന്നേലും ആയിക്കോട്ടെ, എത്തേണ്ടടുത്ത് എത്തിയിരിക്കണമല്ലോ. അപ്പോൾ ആ എത്തിയ പരിസരത്ത് അദ്ദേഹം ധ്യാനനിരതനായി അള്ളാഹുവിൽ മാത്രം വിലയം പ്രാപിച്ചുകൊണ്ട് കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കുമ്പോൾ, അദ്ദേഹത്തെ ഉൾക്കൊള്ളുമ്പോൾ, യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമ്മളെ കമ്പയർ ചെയ്യണം. നമുക്കും പറ്റും ഔലിയാകാൻ നമുക്കും പറ്റും. ബരീദ് ഔലിയ എന്നവരെ പറ്റി അതുപോലത്തെ ഔലിയാകാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മളെ അളവിൽ നമ്മളെ നിലയ്ക്ക് നമുക്കും ഔലിയായിക്കൂടെ. മനുഷ്യന്മാർക്ക് പറ്റുന്നതാണല്ലോ ഇപ്പോൾ അവൻ്റെ തൗഫീഖ് ഉണ്ടാവണം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, സുന്നത്തൊക്കെ അധീരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ദാസൻ എന്നോട് ഫർദ് മുഖേന അടുക്കുക, അങ്ങനെ സുന്നത്ത് മുഖേന അടുക്കും, അങ്ങനെ അടുത്ത് നവാഫിൽ മുഖേന അടുത്താൽ പിന്നെ ഞാൻ അവൻ്റെ കണ്ണാവും, അവൻ്റെ കയ്യാവും, അവൻ്റെ കാലാവും, അവൻ്റെ ഹൃദയമാവും. കുന്തു യദഹു അല്ലദി യബ്തുശു ബിഹ വകുന്തു റിജ്ലഹു അല്ലത്തി യംശി ബിഹ വകുന്തു. അങ്ങനെ കണ്ണ് തുബ്സിറു ബിഹ, കണ്ണാവും എല്ലാ അവയവങ്ങളും. അപ്പോൾ നമ്മുടെ അവയവമൊക്കെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് കൊണ്ട് നമ്മൾ വിചാരിക്കണതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുക. അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കന്മാർ അള്ളാഹുവിൻ്റെ അവരെന്ത് ചെയ്യുകയാണെങ്കിലും ശരിക്കും അള്ളാഹുവാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു മർത്തബയിലേക്ക് നമുക്കും എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റും. പിന്നെ ലൗല അന്ന ശയാത്തീന യഹൂമുന അലാ ഖൽബി ആദം ലനളു ഇലാ മലകൂതി സമാവാതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗല അന്ന ശയാത്തീന യഹൂമുന അലാ ഖൽബി ആദം, മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ പിശാചിൻ്റെ സഞ്ചാരം നിന്നുപോയാൽ, നമ്മുടെ ഹൃദയത്തിലൂടെ പിശാചിൻ്റെ സഞ്ചാരം ഇങ്ങനെ അത് നിന്നുപോയാൽ, ചുറ്റിക്കറങ്ങൽ നിന്നുപോയാൽ, ലനളു ഇലാ മലകൂതി സമാവാതി, ആകാശലോകത്തിൻ്റെ ഉപരിലോകത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് അവർക്ക് എത്തി നോക്കാൻ സാധിക്കും. അതല്ലേ ഇരുന്ന ഇരിപ്പിൽ നിന്ന് ആകാശം കണ്ടോവർ എന്നൊക്കെ മൊഹീദ്ദീൻ പറയുന്നുണ്ടല്ലോ. കാരണം അത് പിശാചിൻ്റെ ആ ബാധയിൽ നിന്ന്, പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ നമുക്കും വലിയ വലിയ കഴിവുകളിലേക്കും ഉയരത്തേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ തസവൂഫ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തസവൂഫ് എല്ലാവരും വലിയ ചർച്ചയും സെമിനാറൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തസവൂഫിനായിട്ട്. പക്ഷെ തസവൂഫ് ആരും പ്രാക്ടീസ് ചെയ്യണില്ല, സ്വന്തം ജീവിതത്തിലേക്ക് വരുത്തുന്നില്ല. ആ പ്രാക്ടീസ് ചെയ്യാൻ കൂടി ചിലരൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കും വലിയ വലിയ പദവികളിലും മർത്തവയിലും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ ഒരിക്കൽ കോഴിക്കോട് നിന്ന് ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിനെ വിളിച്ചു കണ്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു സൂഫി സെമിനാർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ബുദ്ധിജീവിയാണ് വിളിക്കുന്നത്, സൂഫി സെമിനാർ നടത്തുന്നുണ്ട് കാരണം. അപ്പോൾ നിങ്ങളേക്ക് വരുമെന്ന് ചോദിച്ചു. ആയിക്കോട്ടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാന്ന് ചോദിച്ചു. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ എനിക്ക് ക്ലാസ്സുള്ള ദിവസമാണ്, ക്ലാസ് കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ കാർ കൊടുത്തയക്കാറുണ്ട്, കാറിന് വരില്ല, ബസ്സിനേ വരുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ് കയറി കോഴിക്കോട്ടിൽ ചെന്നപ്പോണ്ട് ഒരാൾ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തസൂഫിനെ പറ്റി ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗം കഴിഞ്ഞ് പിന്നെ ഞാൻ അധ്യക്ഷൻ ഈ ബുദ്ധി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു എഴുത്ത് അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ആ എഴുത്ത് കൊടുക്കണേ ഞാൻ കണ്ടു, എഴുത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ മറ്റയാളുടെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്നെ ക്ഷണിച്ചു. ഈ ബുദ്ധിജീവി, ഞാൻ പേര് ഞാൻ പറയാതൊക്കെയാണ്, അധ്യക്ഷനായിരുന്ന ബുദ്ധിജീവി എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഇനി അംസസായി പ്രസംഗിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കയറിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനേതായാലും വൈകിയെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ വൈകിയിട്ടില്ല. കാരണം ഞാൻ വന്നപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ വരുന്നതുകൊണ്ട് പ്രസംഗം അവസാനിക്കണമില്ല, അവിടെ വൈകിയിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ അധ്യക്ഷൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അധ്യക്ഷൻ്റെ കയ്യിൽ ഒരാളൊരു എഴുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. എഴുത്ത് ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ എഴുത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ നളറ ഫീ കിതാബി അഖീഹി ബിഗൈരി ഇദ്നിഹി ഫഇന്നമാ യൻദുറു ഇലാ നാരി ജഹന്നം. അന്യൻ്റെ എഴുത്തിലേക്ക് അയാളുടെ സമ്മതം കൂടാതെ നോക്കുന്നത് നരകത്തിലേക്കുള്ള നോട്ടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ആ വചനം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് എൻ്റെ ആകാംക്ഷയെ അത് നിയന്ത്രിച്ചു, എൻ്റെ ആർത്തിയെ നിയന്ത്രിച്ചു. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നറിയാൻ എനിക്ക് ആകാംക്ഷ ഉണ്ടല്ലോ, പക്ഷെ എൻ്റെ ആകാംക്ഷ എന്നെ നിയന്ത്രിച്ചു. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആകാംക്ഷകളെ, നമ്മുടെ ആർത്തികളെ, നമ്മുടെ പലതരത്തിലുള്ള താല്പര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊരു ശക്തിയാണ് തസവുഫ് എന്ന് പറഞ്ഞാൽ. അത് കേവലം സെമിനാർ നടത്തിയതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പാട്ട് പാടിയതുകൊണ്ടൊന്നും നടക്കില്ല. അത് പ്രാക്ടീസ് ചെയ്യണം. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അല്ലേ. എപ്പോഴും പ്രസംഗിക്കണമൊക്കെ അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഈസിയർ ടു പ്രൊഡ്യൂസ് 10 വോളിയൂംസ് ഓഫ് ഫിലോസഫിക്കൽ റൈറ്റിംഗ്സ് ദാൻ ടു പുട്ട് ഇൻ ടു പ്രാക്ടീസ് എന്നാ. പിന്നെ ദശക്കണക്കിന് തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതാനല്ല പണി,
ഒരു തത്വം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനാണ് പണിയും. അവിടെയാണ് പ്രശ്നം വരിക. സുബൈക്ക് നീഷ 4 മണിക്കൂർ സുബൈക്ക് നേരത്തെ നീച്ച് നിസ്കരിച്ചാലുള്ള ഗുണഗണങ്ങളെ പറ്റിയൊക്കെ നിന്ന് പ്രസംഗിക്കുക. പക്ഷേ നീച്ചാന പണി, എഴുതാനല്ല പണി. അപ്പോൾ അതേപോലെ നമ്മളെ ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ഫരീദ് ഔലിയ ബാപ്പാനെ പറ്റി പഠിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള സുഹുദിനെ പറ്റി പഠിക്കുമ്പോൾ വലിയ വലിയ മഹത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഹിയാവുലുമുദ്ദീനിൽ ഒരു ചാപ്റ്റർ തന്നെ, ആഫത്തുൽ ഇൽമ് എന്നുള്ളൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. നമുക്ക് അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആപത്തുകൾ, അതാണ് അറിവുണ്ടായാൽ ആപത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അറിവ് നേടണം, പക്ഷെ അതുകൊണ്ട് ആപത്തുണ്ടാകുമെന്ന് വിചാരിച്ച് അറിവ് നേടാതൊക്കെയല്ലല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ അദ്ദേഹം അത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് ഒരു ചരിത്രം പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഒരു അസമ്മ്, അസമ്മ് എന്ന പേരിലുള്ള ഒരു സൂഫി വര്യൻ, അദ്ദേഹം ഹാത്തിമുൽ അസം എന്നാണ് പറയാം. അദ്ദേഹം ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവുക. അപ്പോൾ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ഹജ്ജിന് പുറപ്പെട്ടിരിക്കുക. 13 ആൾക്കാരുണ്ട്. എല്ലാവരും നടന്ന് ഹജ്ജിന് പോവുകയാണ്. അങ്ങനെ റെയ് ഷഹർ എന്നുള്ള സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ രാത്രിയായി. അപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു കുബേരനായിട്ടുള്ള ഒരാൾ സൽക്കരിച്ചു. അദ്ദേഹത്തിന് കൂട്ടുകാരെയും സൽക്കരിച്ചു. അങ്ങനെ സൽക്കരിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നേരം വെളുക്കുമ്പോൾ ഈ സൽക്കരിച്ച വീട്ടുകാരൻ ചെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ പറയും, എനിക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിൽ മുഖാത്തിൽ എന്നുള്ള പേരിൽ ഒരു കാവ്യരുണ്ട്. ആ കാവ്യർക്ക് സുഖമല്ല, അയാളെ കാണാൻ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ മുഖാത്തിൽ നിന്നുള്ള കാവ്യരെ കാണാൻ വേണ്ടി പോകുമ്പോൾ അപ്പോൾ രോഗിയെ കാണാൻ പോവുകയല്ലേ, അത് ഒരു പണ്ഡിതനും കൂടിയാണെങ്കിൽ 2 ഗുണമാണല്ലോ. കാരണം ഈ അസം എന്നുള്ള ആൾക്ക് പേര് വരുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹാത്തിമുൽ അസമിൻ്റെ പേര്, ഹസം എന്ന് പറഞ്ഞാൽ ചുവടേക്കാത്ത ആളെന്നാണ് അർത്ഥം. അദ്ദേഹത്തിന് ആ പേര് വരുന്നത് തന്നെ, അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ കച്ചവടപ്പീടിയേക്ക് ഒരു സ്ത്രീ ചെന്നപ്പോൾ സ്ത്രീ അവിടെ എത്തിയപ്പോൾ സ്ത്രീക്ക് കീഴുവായി പോയി കുറച്ച് ഒച്ചയിൽ. അപ്പോൾ ആ സ്ത്രീക്ക് അവരെ മാനം കെടുത്തത് എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം ബധിരത അഭിനയിച്ചു. സാധനങ്ങളൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ എന്താ കൊത്തമ്പാരി ചോദിക്കുമ്പോൾ എന്താണ് അരിയോ എന്ന് ചോദിച്ചു. അങ്ങനെ അവസാനിച്ച് തൊട്ട് കാണിച്ചോണ്ട, എന്നാൽ ഞാൻ അടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ബധിരത അഭിനയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അസം എന്നുള്ള മറ്റൊരാളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, മറ്റൊരാൾ വഷളാകാതിരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ബധിരത അഭിനയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അസം എന്നുള്ള പേരെന്നെ വന്നത്. അങ്ങനെ ഹാത്തിമുൽ അസം ആ മുഖാത്തിൽ എന്നുള്ള കാദിയുടെ അടുത്തേക്ക് ചെല്ലുക. ഇവരുടെ കൂടെ ചെന്ന് നോക്കുമ്പോൾ കാദിയുടെ വീട് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വലിയ ആർഭാടത്തോടു കൂടിയുള്ള വീടാണ്. ഈ ആർഭാടത്തോടുകൂടി ഉള്ള വീടൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത വിഷമായി. ഒരു വലിയ പണ്ഡിതൻ്റെ ആണല്ലോ പോയി വീട്, പഠിപ്പ തന്നെ വലിയതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ പെര കയറും വലിയതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ വീശി കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട ഒരാൾ വലിയ മനോഹരമായിട്ടുള്ള പരവതാനിയിൽ അദ്ദേഹം കിടക്കണ്. ഇതോ കണ്ടപ്പോൾ ഹാത്തിമുൽ അസം അവിടെ നിന്നു, ഇരിക്കണില്ല. അപ്പോൾ നിങ്ങളെന്താ ഇരിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ ഇരിക്കണില്ല പറഞ്ഞു. എന്താ വല്ല അത്യാവശ്യങ്ങളുണ്ടോ ചോദിച്ചു. ആ അത്യാവശ്യം ഉണ്ട് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. ഒരു സംശയം ചോദിക്കാനുണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഈ വിവരമൊക്കെ എവിടെ നിന്ന് കിട്ടിയത് ചോദിച്ചു. എൻ്റെ ഗുരുനാഥന്മാരെടുത്ത് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടിയത് ചോദിച്ചു. താബീങ്ങളെടുത്ത് കിട്ടി. അവർക്ക് എവിടെ നിന്ന് കിട്ടിയത്? സഹാബത്തിൻ്റെ അടുത്ത് കിട്ടി. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പഠിപ്പിച്ചതും അദ്ദേഹത്തിൽ നിന്ന് സഹാബത്ത് വഴി താബീകൾ വഴി നിങ്ങളിലേക്ക് എത്തിയതുമായ വിജ്ഞാന ശേഖരത്തിൽ എവിടെയാണ് ആർഭാടത്തോടുകൂടി ജീവിച്ച അള്ളാഹിൻ്റെ അടുത്ത് വലിയ സ്ഥാനം എഴുതിയിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. പിന്നെ എന്താ എഴുതിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ വളരെ ലളിതമായി ജീവിച്ചെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് സ്ഥാനം ഉണ്ടാവുമെന്ന് അങ്ങനെ എഴുതിയിരിക്കണത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ചു. നിങ്ങൾ ഈ കാണുന്ന നിങ്ങളുടെ വീടും നിങ്ങളുടെ പരിസരങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സുഖലോലുപതയാണല്ലോ ഇവിടെ മുഴുവൻ കാണുന്നത്. അപ്പോൾ ഇത് ചോദിച്ചതോടുകൂടി മുഖാത്തിൽ വല്ലാത്ത വിഷമായി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അസുഖം കൂടി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോന്നു. ഹാത്തിമുൽ അസം അവിടുന്ന് പോന്നിട്ട് പിന്നെ വേറൊരാളുടെ ഒരു തനാഫസി എന്നുള്ള പേരിൽ അതിനേക്കാൾ സുഖരൂപനായിട്ട് ജീവിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആൾക്കാർ കൂട്ടിക്കൊണ്ടോ ഇയാളുടെ അടുത്ത് നിങ്ങൾ വരണം എന്ന് പറഞ്ഞാണ്. തനാഫസിൻ്റെ അടുത്ത് വന്നു. തനാഫസിയോട് പറഞ്ഞു, എനിക്ക് വിവരമൊന്നുമില്ല, എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് പഠിക്കണം, ആദ്യമായിട്ട് നിസ്കാരം പഠിക്കേണ്ടത് പറഞ്ഞു. ആ നിസ്കാരിക്കണമെങ്കിൽ ഒതുണ്ടാക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാറ്. അങ്ങനെ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒതുണ്ടാക്കി നിങ്ങൾ നോക്കിക്കൂടി എന്ന് പറഞ്ഞു. അങ്ങനെ ഒതുണ്ടാക്കണം ഇങ്ങനെ കണ്ടിട്ട് അവസാനം അദ്ദേഹം കൈ 4 വട്ടം കഴുകി. 3 വട്ടം കഴുകുന്നത് ഇദ്ദേഹം കാണിച്ചു കൊടുത്തതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ നോക്കിയിട്ട് പിന്നെ പകർത്താണ്. അദ്ദേഹം തനാഫസി എന്ന പണ്ഡിതൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒതു എടുക്കുകയാണ് ഹാത്തിമുൽ അസം. അപ്പോൾ അദ്ദേഹം കൈ 4 പ്രാവശ്യം കഴുകി.
4 പ്രാവശ്യം കഴിയുമ്പോൾ തനാഫസേ ആവില്ല. ഇസ്രാഫ് 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 4 വട്ടം കഴിയുമ്പോൾ ഇസ്രാഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോരൽ വെള്ളത്തിൽ തന്നെ ഇസ്രാഫ് കാണുന്ന നിങ്ങളുടെ വീടും പരിസരങ്ങളും ഇതിലൊക്കെ എന്താ ഇസ്രാഫില്ലേ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം അത്തരത്തിലുള്ള സൂഫിയന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ എത്തരത്തിലാണ് അവരുടെ ജീവിതത്തിൽ സുഹൃദ് ശീലിച്ചത് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള പതിപ്പാണ് യഥാർത്ഥത്തിൽ ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫരീദ് ഔലിയ എന്നവർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി ഇവിടെ സൂചിപ്പിക്കണ്ടായില്ലേ. ലളിതമായി ജീവിച്ചിട്ട് ആർഭാടപൂർണമായ ജീവിതമില്ലാതെ. കാരണം അവർക്ക് ആനന്ദം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിൽ നിന്ന് ആനന്ദം കിട്ടുന്നുണ്ട്. ആ ആനന്ദമാണ് അവർക്ക് വേണ്ടത്, അല്ലാതെ സുഖലോലുതയിൽ നിന്നുള്ള ആനന്ദമല്ല വേണ്ടത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഔലിയാക്കന്മാരൊക്കെ നമ്മൾ അവരുടെ ജീവിതം പഠിക്കുകയും അങ്ങനെ പഠിച്ച് അവരിൽ നിന്ന് കുറച്ചെങ്കിലും പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു പരിസരത്ത് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഭാഗ്യമാണ്. കാരണം ഈ ഫരീദ് ഔലിയ എന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചതനുസരിച്ച് എവിടേക്കോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലേക്കൊക്കെ വരും. അങ്ങനെ ഒരു കൊട്ടുംവിളിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. ദഫും മുട്ട എന്തൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കൃത്യമായിട്ട് ഓർക്കണില്ല. ഏതായാലും പാട്ടൊക്കെ പാടി ദഫും മുട്ടിയാണ്ടൊക്കെ വന്നു കണ്ട് അപ്പോൾ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് അതാ ഒടോലക്കാർ വരുന്നുണ്ട് പറഞ്ഞാൽ കുട്ടികൾ നമ്മളൊക്കെ ഒടോലക്കാർ എന്ന് അങ്ങനെ കേട്ടിരുന്നത്. അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ ഇദ്ദേഹത്തെ എവിടെയാണ് ഫരീദ് ഔലിയ ഉടമല എവിടെയെന്നൊന്നും അറിയില്ല. പക്ഷെ അന്ന് തന്നെ നമ്മളെ നാട്ടിൽ കൂടെയും വീട്ടിൽ കൂടെയൊക്കെ പിരിവ് വന്നു. ആ പിരിവ് ഇവിടെ എത്തിയെന്നോ ഇല്ലയെന്നും നമുക്കറിയില്ല. ഏതായാലും പിരിവിന് വന്നിരുന്നു അവിടെ. അങ്ങനെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാവാം. ഏതായാലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി, അദ്ദേഹത്തിൻ്റെ ഖ്യാതി നാടിൻ്റെ എല്ലാ ഭാഗത്തും എത്തി. അദ്ദേഹമാണെങ്കിൽ പ്രശസ്തി മോഹിക്കാതിരുന്നയാളാണ്. കാരണം അദ്ദേഹം ഒഴിഞ്ഞു വരികയാണ്, ഹൽവത്തിലിരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ജനങ്ങളിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് അദ്ദേഹം ഏകാന്തനായിട്ട് ഒരു പ്രശസ്തിയും മോഹിക്കാതെ ആരും കാണുകയോ എന്നെ അറിയുകയോ പോലും വേണ്ട എന്നുള്ള നിലക്ക് അദ്ദേഹം അള്ളാഹുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട്, അതാണ് നമ്മളെ അദാത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുക, അങ്ങനെ അള്ളാഹുവിൻ്റെ കൂടെ സഞ്ചരിക്കുക, അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിയിട്ട് അള്ളാഹുവിൻ്റെ കൂടെ ജനങ്ങളിലേക്ക് സഞ്ചരിക്കുക. ഇത്തരത്തിലുള്ള സെയ്റാണ് യഥാർത്ഥത്തിൽ സൂഫിസം, തസവൂഫ് എന്ന് പറഞ്ഞാൽ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലും ഒതുങ്ങുകയാണ് ചെയ്യുന്നത്, പ്രാക്ടീസിലേക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ തസവൂഫിൻ്റെ ചാപ്റ്ററുകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഫരീദ് ഔലിയയുടെ പരിസരത്ത് നിങ്ങൾ ആധ്യാത്മികമായി കൂടുതൽ ഉയർന്ന് വളർന്ന് വലിയ മഹത്വങ്ങളിലേക്കും പദവികളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. പണ്ഡിതന്മാരാകുന്നതിൻ്റെ കൂടെ തന്നെ നല്ല പണ്ഡിതന്മാരാകുന്നതിൻ്റെ കൂടെ തന്നെ നല്ല ദായികളാകുന്നതിൻ്റെ കൂടെ തന്നെ നല്ല സാഹിദുകളും അതുപോലെ തന്നെ തസവൂഫിൻ്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്നവരുമായിട്ട് മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂഫിസവും ഫരീദ് ഔലിയയും എന്ന വിഷയത്തിൽ നമ്മുടെ വിഷയം